സുബി, എന്തിനാ കരയുന്നത്? എന്ത് പറ്റി? സുബി, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എന്തു പറ്റി മോളെ? ആരെങ്കിലും നിന്നെ ശല്യം ചെയ്തോ? പിന്നെ എന്തു പറ്റി? സിഹി ഇല്ലേ? അവള് നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നേ? ഇതാ നോക്ക്, കരയല്ലേ മോളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ കറക്റ്റായിട്ട് പറ. അശോക് അങ്കിൾ, സിഹി എന്റെ കൂടെ ഇല്ല. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും അവള് വരുന്നില്ല. അവള് വീട് വിട്ട് പോയതാ. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. എന്ത്? വീട് വിട്ടു പോയെന്നോ? ഇല്ല സുബി, നിനക്കെന്തോ തെറ്റുപറ്റിയതാ. സിഹി അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ ഇവിടെ തന്നെ കാണും. സിഹി, 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 ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തിനാ സുബിയെ വെറുതെ കളിപ്പിക്കുന്നേ? എന്തെങ്കിലും പറഞ്ഞേ. സുബിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയാ സംസാരിച്ചോ? അവള് മിണ്ടിയില്ലേ? നമ്മളെ വിട്ട് എങ്ങനെ പോകുന്ന? അല്ല, എന്തുണ്ടായിട്ടാ? സീതേ, എനിക്കിപ്പോ എത്ര സന്തോഷമായെന്നറിയോ? നിന്റെ ചെറിയച്ഛൻ കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യം സമ്മതിച്ചു. ഏട്ട സമ്മതിക്കോ ഇല്ലയോ എന്ന് ആലോചിച്ച് ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? നീ പറഞ്ഞതുപോലെ റാം ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചു. താങ്ക് യു സീതേ. ആണോ മേമ? സീതേ, എന്താ ഡള്ളായിരിക്കുന്നെ? ഇതൊന്നും പറഞ്ഞിട്ട് നിനക്ക് സന്തോഷം തോന്നുന്നില്ലേ? അല്ല മേമ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെന്താ സീത ഇങ്ങനെ ഇരിക്കുന്നേ? മേമ, കുട്ടികളില്ലാത്തവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾ ഉള്ളവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. സീതേ, എന്താ നീ പറയുന്നേ? മേമ, നിങ്ങൾ ഈയിടെയായിട്ട് സിഹിയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സിഹിയായിട്ട് തന്നെ തോന്നുന്നുണ്ടോ? അവളുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ലേ? അല്ല സീതേ, നീ എന്തിനാ ഇപ്പൊ അതിനെപ്പറ്റി ആലോചിക്കുന്നേ? മേമ, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞത് തൊട്ട് സിഹിക്ക് ഒരു തരം വിചിത്രമായിട്ടുള്ള സ്വഭാവം. അവളുടെ സംസാരം, അവളുടെ സ്വഭാവം, അവളുടെ വികൃതി എല്ലാം മാറിയിട്ടുണ്ട്. ചില സമയത്ത് ആലോചിക്കുമ്പോ അവൾ എന്റെ മകള് സിഹിയാണെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. സീതേ, നിനക്ക് എങ്ങനെയാ ഇത്രയധികം സംശയങ്ങൾ വരുന്നേ? സിഹിയെ കുറിച്ച് നീ എന്തിനാ ഇത്രയൊക്കെ ആലോചിക്കുന്നേ? കുട്ടികളല്ലേ, ഇത്തരം മാറ്റങ്ങളൊക്കെ സാധാരണയാ. ഇല്ല മേമ, ഞാൻ എന്റെ മകളെ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാ. അവളുടെ ഓരോ ചുവടും എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കും അറിയുന്നതല്ലേ അവള് റാമിനെ എത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ കുറച്ചുനാൾ മുമ്പ് വരെ റാമിനോട് വലിയ ദേഷ്യമായിരുന്നു അവൾക്ക്. സംസാര രീതിയിൽ പോലും മാറ്റം ഉണ്ടായിരുന്നു. അവള് പാട് കിട്ടിയ പാല് കുടിക്കാറേയില്ല മേമ. പക്ഷെ ഇന്നുണ്ടല്ലോ, അവൾ ആ പാല് കുടിച്ചു. ഇതിലൊന്നും ഒരു പ്രശ്നവും തോന്നുന്നില്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഇവളേതോ വേറെ കുട്ടിയാണെന്നാ തോന്നുന്നത്. സീതേ, എനിക്കറിയാം മേമ, വളരും തോറും കുട്ടികൾ മാറുമെന്നൊക്കെ. പ്രിയ എന്നോട് ഇതൊക്കെ തന്നെയാ പറഞ്ഞത്. പക്ഷേ സിഹിയുടെ കാര്യത്തില് എനിക്കിതെല്ലാം വിചിത്രമായിട്ടാ തോന്നുന്നത്. ഞാൻ അറിയാത്തത് എന്തോ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീത എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവക്ക് ആക്സിഡന്റ് ആയ കാര്യം വല്ലതും ഓർമ്മ വന്നിട്ടായിരിക്കോ? പറ സുബി, സിഹി എന്തിനാ വീട് വിട്ടു പോയത്? ഇന്നലെ ഭാർഗവി ആന്റി സിഹിയെ പേടിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞയച്ചു. ഭാർഗവി മേമയോ? അവരാ. അവളെ നിനക്ക് കാണാൻ കഴിയോ? അവളെ വിളിക്ക്. എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ.
ചത്തു കഴിഞ്ഞ ചത്തവർക്ക് ഇവിടെ എന്താ പണി? നിങ്ങളുടെ സ്വഭാവം എല്ലാരെയും അറിയിക്കാൻ, നിങ്ങൾ എത്ര ദുഷ്ടയാണെന്ന് അച്ഛനെ അറിയിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. നീ സത്യങ്ങളൊക്കെ നിന്റെ അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോ നിന്റെ പ്രിയപ്പെട്ട സീതമ്മ ഈ ഭൂമിയിലുണ്ടാവില്ല. സീതമ്മ ഒന്നും ചെയ്യരുത്, അവര് ശരിക്കും പാവാ. അവൾക്കൊന്നും സംഭവിക്കരുതെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. അതെന്താ? സിഹി, നീ ഇവിടെ ഉണ്ടാവരുത്. നിന്നെ എവിടെ നിന്നും പറഞ്ഞയച്ചതാ. ഈ വീടിനെ കുറിച്ച് ഇനി നീ ആലോചിക്കാൻ പോലും പാടില്ല. ഞാനെന്നാ പോയിക്കോളാം, ഇനി ഇങ്ങോട്ട് വരികയില്ല. സിഹി, സിഹി നിൽക്ക്. ഭാർഗവി ആന്റി അങ്ങനെ പറഞ്ഞതിന് ശേഷം സിഹി വീട് വിട്ട് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അവളെ എവിടെയും കണ്ടില്ല. ഭാർഗവി മേമയെ പേടിച്ചിട്ട് നമ്മുടെ സിഹി വീട് വിട്ടുപോയോ? ഛേ, എന്താ ഇതിങ്ങനെയൊക്കെ? എന്ത് കഷ്ടമായത്! എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയല്ലോ ഭഗവാനെ. അശോക് അങ്കിൾ, എനിക്ക് സിഹിയെ തിരിച്ചു കിട്ടണം. നിങ്ങളെങ്കിലും അവളോടൊന്ന് തിരിച്ചു വരാൻ പറ. അവളില്ലാത്തോണ്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സമാധാനായിട്ടിരിക്കെ. സിഹി എന്തായാലും തിരിച്ചു വരും. ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരും. ഇത് ഞാൻ നിനക്ക് നൽകുന്ന പ്രോമിസ് ആയിട്ട് കരുതിയോ? പക്ഷേ പ്ലീസ് സുബി, നീ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുത്. നീ ഇങ്ങനെ ആയാ എല്ലാവർക്കും ഡൗട്ട് വരില്ലേ? നീ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ നിനക്ക് പ്രോമിസ് എന്ന പോലെ സിഹയെ ഞാൻ കൊണ്ടുവന്നോളാം. അതിന് വേണ്ടത് ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ആ സിഹി ഉണ്ടെങ്കിലേ ഈ സിഹിക്ക് സന്തോഷായിട്ട് ഇരിക്കാൻ പറ്റൂ. സിഹി, നീ ഭാർഗവി മേമയെ പേടിച്ച് ഈ വീട് വിട്ടു പോയത് എന്തിനാ? പ്ലീസ് തിരിച്ചു വാ. അച്ഛനമ്മയെ ഓർത്ത്, സുബി ഓർത്ത്, എന്നെ ഓർത്ത് പ്ലീസ് തിരിച്ചു വാ മോളെ. പ്ലീസ് തിരിച്ചു വാ. എടാ, നീ സുബിയോട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? അവൾ എന്തെങ്കിലും പറഞ്ഞോ? സിഹിയുടെ കാര്യം നിന്നോട് പറയണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് രാമ. പക്ഷെ ഞാൻ പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. അതുമാത്രമല്ല, ഞാൻ വിചാരിച്ച കാര്യം സാധിക്കില്ല. എന്തെങ്കിലും ആകട്ടെ, അവളുടെ കാര്യം ഞാനും സുബിയും അല്ലാതെ മറ്റാരും അറിയരുത്. അശോക, ഞാൻ പറഞ്ഞതല്ലോ, നീ കേട്ടോ? ആ രാമ, ഞാൻ കേട്ടു. സുബിയുടെ കാര്യമല്ലേ? നീ ടെൻഷൻ ആവണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. എടാ, എനിക്കാണെങ്കിൽ സീതയുടെ കാര്യം ആലോചിച്ചിട്ടാ. കുറച്ചു മുമ്പ് അവള് ഇത് നമ്മുടെ മോള് സിഹി തന്നെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തുമാത്രം ഷോക്കായി പോയെന്നറിയോ? അല്ല അശോക, എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഇത്രയും ദിവസം സിഹിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എന്നിട്ട് പെട്ടെന്ന് എന്താ അവൾ ഇങ്ങനെയൊക്കെ? അല്ല, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തോ അശോക? അതോ നമ്മളവളെ നന്നായിട്ട് നോക്കാഞ്ഞിട്ടാ? അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തോ? ഒന്നും മനസ്സിലാവുന്നില്ല അശോക. എടാ, അത്രയ്ക്കൊന്നും ആലോചിക്കണ്ടടാ. അവള് കുറച്ച് വികൃതിയാ, അതേ ഉള്ളൂ, വേറൊന്നുമില്ല. കൂടെ ഞാനുണ്ടല്ലോ, ഞാൻ അവളോട് സംസാരിച്ചോളാം. നീ വേറൊന്നും ആലോചിക്കണ്ട. അല്ല അശോക, നമ്മുടെ സുബിയെ കാണുമ്പോ അവള് വല്ലാതെ അപ്സെറ്റ് ആയതുപോലെ തോന്നുന്നു എനിക്ക്. എന്താ ചെയ്യണമെന്ന് അറിയില്ലടാ. എടാ, വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ആലോചിച്ച് അപ്സെറ്റ് ആയതായിരിക്കും. ഞാൻ പോയി സംസാരിച്ചല്ലോ അവളടുത്ത്. റാം, മേമ, സീത ഇന്നലെ മുതൽ സിഹിയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക. സിഹിയുടെ കാര്യത്തിൽ സീത വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് റാം. എടാ, നീ അവളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. സിഹി, റാം, സിഹി എവിടെ? നിങ്ങൾ കണ്ടിരുന്നോ? നേരത്തെ റൂമിലുണ്ടായിരുന്നല്ലോ. ഇല്ല റാം, വീട് മുഴുവൻ നോക്കി, കാണുന്നില്ല. അവള് വീട്ടിലില്ലെന്ന് തോന്നുന്നു. എനിക്ക് വല്ലാത്ത പേടിയാവുന്നു റാം.
അയ്യോ അടുത്ത വിക്കറ്റ് പോയി. നോക്കി കളിക്കടാ ഈ വനിത. അമ്മേ സിഹിയെ കണ്ടിരുന്നോ? സിഹിനിയോ? ഇല്ലല്ലോ സീത. എവിടെ പോയി സിഹി? അല്ല സീത, എന്തിനാ ഇത്ര ടെൻഷനാവുന്നേ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം കേട്ടോ. നിങ്ങളുടെ മുഖം കാണുമ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം നോക്കാതെ തലങ്ങും വിലങ്ങും അടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. എന്ത് ചെയ്യാൻ? എന്റെ സുഹൃത്തിന് വേണ്ടി ഇതൊക്കെ കണ്ടില്ലെന്ന് വെച്ചാലല്ലേ പറ്റൂ. അമ്മേ സിഹി എവിടെയും കാണുന്നില്ല. സീത, സിഹിയെ കണ്ടെത്താൻ ഇത്രയ്ക്ക് ടെൻഷൻ ആവണ്ട. അശോക, അവള് വീട്ടിലില്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ പുറത്തു പോയിട്ടുണ്ടാവോ? എടാ നമുക്കൊന്ന് ആദ്യം പോയി പുറത്തു പോയി നോക്കാം. സീത, ഞങ്ങളൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം. നീ ടെൻഷൻ ഒന്നും ആവണ്ട കേട്ടോ. അവൾ എന്തായാലും വരും. ശരി റാം, ശ്രദ്ധിക്കണേ. സിഹിയെ കണ്ടാൽ ഉടനെ ഫോൺ ചെയ്യണേ. ഷോ സീത, വരാ. അല്ല ഭാർഗവ്, ഇന്നലെ ആ സിഹിയുടെ പ്രേതത്തെ നമ്മൾ പറഞ്ഞു വിട്ടു. ഇന്ന് സുബിയെ ഔട്ടാക്കിയത് നീ തന്നെയാണോ? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് അള്ളു വെച്ച് പെട്ടെന്ന് പഞ്ചറാക്കി എന്താവും വിശ്വ? അതാ ഇപ്പൊ സംഭവിക്കുന്നത്. ഇന്നലെ സിഹിയെ ഓടിച്ചു, അതിനു പുറകെ സുബിയും പോയി. ഇനി ഇവരുടെ സമാധാനവും പോകും. സീതേ, സിഹി ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും. രാമു അശോകും അവളെ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ. സിഹി ആയിരുന്നെങ്കിൽ അവൾ എന്നോട് പറയാതെ എങ്ങോട്ടും പോവായിരുന്നില്ല. ഇന്നിപ്പോ കണ്ടോ, എങ്ങോട്ടാ പോയെന്ന് പോലും അറിയില്ല. വെറുതെ വിഷമിക്കല്ലേ സീതേ, ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും, വന്നോളും. നിന്നെ ആരും ഒന്നും ചെയ്യില്ല സിഹി. പ്ലീസ് ഒന്ന് വായോ. എനിക്കറിയാം ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടെന്ന്. സീതമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ലേ നീ ഇപ്പൊ വരാത്തത്? ഞാൻ നിന്റെ കൂടെ നിന്നോളാം സിഹി. നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്ലീസ് ഒന്ന് വാ സിഹി. സോറി സുബി, നീ പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. സിഹി, സിഹി. സീതമ്മ സന്തോഷായിട്ടിരിക്കണമെങ്കിൽ ഞാൻ വരാൻ പാടില്ല. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല. നീ ഇപ്പൊ വിളിക്കുന്നത് കേട്ട് ഞാൻ വന്ന സീതമ്മയ്ക്കാ പ്രശ്നം. ഞാൻ എന്തായാലും വരില്ല. നീ മാത്രമേ സീതമ്മയുടെ കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്കൊരിക്കലും സീതമ്മയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല സുബി. സിഹി, എന്നെ വിളിക്കല്ലേ സുബി. സുബി, സുബി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സിഹി മോളെ, മോളെ നീ എവിടെയാ? എവിടെയാണെങ്കിലും ഒന്ന് വേഗം വാ മോളെ. സിഹികുട്ടാ, സുബി, സിഹി, അശോക, അവളെ എവിടെയെങ്കിലും കണ്ടില്ലടാ. ഇനി എവിടെ അന്വേഷിക്കണം? എവിടെ നോക്കാം.
സുബിയെ കണ്ടിട്ട് എത്ര ദിവസമായല്ലേ ജാക്കി ചേട്ടാ? അതേടാ കുട്ടി ലിംഗം, നമ്മുടെ സുബിയെ കാണണമെങ്കിൽ ഒളിച്ചും പാത്തും വരണം. അതാ സ്റ്റാർട്ടിങ്. നിങ്ങൾ ടെൻഷൻ ആവല്ലേ ജാക്കി ചേട്ടാ? നമ്മൾ ഇവിടെ വന്നത് സുബി അറിഞ്ഞു കഴിഞ്ഞാ അവക്ക് വലിയ സന്തോഷാവും. എടാ പക്ഷേ സുബി എങ്ങനെ പുറത്തേക്ക് വരാനാ? ഇത് വലിയ വീടല്ലേ, എല്ലാരും അകത്ത് തന്നെ കാണൂടാ. നമ്മൾ എങ്ങനെയാ അകത്ത് കിടക്കുന്നത്? ഓ, ഇതിനെന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണമല്ലോ. ഞാൻ പറഞ്ഞ പോലെ പേയ്മെന്റ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. യാ ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഇതേത് ഈ പിള്ളേര്? നമ്മുടെ ഗേറ്റിന് മുമ്പിൽ ഇവരെന്താ ചെയ്യുന്നേ? ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കറക്റ്റ് സമയത്ത് ഇവിടേക്ക് വന്നു. അവളുടെ ഡീറ്റെയിൽസ് അറിയാൻ ഇത് ധാരാളം. രാമ, സുബി, നീ എങ്ങോട്ടാ പോയത് അച്ഛനോട് പറയാതെ? എന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ? അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ? എനിക്ക് സിഹിയെ വേണം. സിഹിയെ വേണമെന്നോ? നീ എന്താ മോളെ ഈ പറയുന്നേ? ഏത് സിഹിയെ വേണമെന്ന്? നീ തന്നെയല്ലേ സിഹി? സുബി മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോണം. രാമ, സുബിയെ കിട്ടില്ലേ? സീത വീട്ടിൽ പേടിച്ചിരിപ്പുണ്ടാവും. വാ, നമുക്ക് പോവാം. ആദ്യം ഞാൻ അവളെ ഒന്ന് വിളിച്ചിട്ട് സിഹിയെ കിട്ടിയെന്ന് പറയട്ടെ.